ലഹരി വസ്തുക്കൾക്കെതിരെ കായിക കരുത്തിന്റെ പ്രതിരോധം തീർത്ത് NRCT SNVHS സംഘടിപ്പിച്ച വേൾഡ് കപ്പ് ഹംഗാമ കായിക പ്രേമികൾക്ക് ആവേശമായി മാറി. ലഹരിയോട് നോ പറയാം, ഫുട്ബോളിനെ ലഹരിയാക്കാം എന്ന കരുത്തുറ്റ സന്ദേശവുമായി വിദ്യാർത്ഥികൾ ബൂട്ട് കെട്ടിയപ്പോൾ മൈതാനത്ത് പിറന്നത് ഫുട്ബോൾ വസന്തം. ചിരവൈരികളായ ബ്രസീലും അർജന്റീനയും നേർക്കുനേർ വന്ന ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അർജന്റീന കിരീടം ചൂടി. മൈതാനത്ത് പന്തുരുളുമ്പോൾ നെഞ്ചിടിപ്പേറുന്ന മലയാളിക്ക് ഫുട്ബോൾ വെറുമൊരു കളിയല്ല, മറിച്ച് അതൊരു ലഹരി തന്നെയാണ്. എന്നാൽ ആ ലഹരി കളിക്കളം വിട്ട് ലഹരി വസ്തുക്കളിലേക്ക് പടരരുതെന്ന വലിയൊരു സന്ദേശമാണ് NRCT SNVHS സ്കൂൾ മുറ്റം ലോകത്തിന് നൽകിയത്. ക്യാമ്പസുകളെ വിഴുങ്ങുന്ന ലഹരി മാഫിയയ്ക്കെതിരെ പന്തുകൊണ്ട് പ്രതിരോധം തീർക്കുകയായിരുന്നു ഇവിടെ വിദ്യാർത്ഥികൾ. ലോകകപ്പിന്റെ ആവേശം ഒട്ടും ചോരാതെ അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ് എന്നീ പ്രമുഖ ടീമുകളുടെ ഔദ്യോഗിക ജേഴ്സികൾ അണിഞ്ഞാണ് വിദ്യാർത്ഥികൾ കളത്തിലിറങ്ങിയത്. മെസ്സിയും നെയ്മറും റൊണാൾഡോയും എംബാപ്പയുമെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട ജേഴ്സിയിലൂടെ മൈതാനത്ത് പുനർജനിച്ചപ്പോൾ കാണികളും ആവേശത്തിലായി. മത്സരങ്ങളുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ജെയിൻ KP നിർവഹിച്ചു. പുതുതലമുറ കായിക സംസ്കാരം വളർത്തിയെടുക്കേണ്ടതിന്റെയും ലഹരിക്കെതിരെ പോരാടേണ്ടതിന്റെയും പ്രാധാന്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നേരത്തെ തൊട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിം തന്നെയാണ് ഫുട്ബോൾ. ഞാൻ ബേസിക്കലി ഇപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചാറൊക്കെ ആയിട്ട് തന്നെ എറണാകുളത്തൊക്കെ ഇങ്ങനെ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ കാണുമ്പോൾ ഞാനൊരു അർജന്റീന ഫാൻ തന്നെയാണ്. ഇപ്പോൾ അർജന്റീന സ്പെയിനിൽ തന്നെ ഈ ഞായറാഴ്ച ഏറ്റുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും നല്ല ശക്തി അതിനകത്ത് ജയിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. കാണികളെ മുൾമുനയിൽ നിർത്തിയ ടൂർണമെന്റിലെ ഫൈനൽ പോരാട്ടത്തിൽ പരമ്പരാഗത വൈരികളായ ബ്രസീലും അർജന്റീനയുമാണ് മാറ്റുരച്ചത്. കളിയിലുടനീളം ഇരു ടീമുകളും മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ബ്രസീലിയൻ പ്രതിരോധക്കോട്ടയെ തകർത്ത് അർജന്റീന ലക്ഷ്യം കണ്ടു. ഒടുവിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ബ്രസീലിനെ തറപറ്റിച്ച് അർജന്റീന കനക കിരീടത്തിൽ മുത്തമിട്ടു. ഫുട്ബോൾ പരിശീലകൻ ജോയിയുടെ കൃത്യമായ നിയന്ത്രണത്തിലാണ് ആവേശകരമായ മത്സരങ്ങൾ അരങ്ങേറിയത്. PTA പ്രസിഡന്റ് ഉല്ലാസ് VN, റെജി OS, KR ശ്രീനി, A സുനിൽകുമാർ, ഷൈനു സുകേഷ് എന്നിവർക്കൊപ്പം അധ്യാപകരും വിദ്യാർത്ഥികളും പ്രദേശവാസികളും മൈതാനത്തേക്ക് ഒഴുകിയെത്തിയിരുന്നു. ലഹരിയുടെ ഇരുണ്ട വഴികളിലേക്ക് പുതുതലമുറ വഴുതി വീഴാതിരിക്കാൻ കളിക്കളങ്ങളെ നെഞ്ചേറ്റണമെന്ന വലിയൊരു സന്ദേശം കൂടിയാണ് ഈ കുട്ടി ലോകകപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.